അതെ, ഓണമൊക്കെ കഴിഞ്ഞ് പച്ചക്കറിയൊക്കെ കഴിച്ച് മടുത്തപ്പോ ഇന്ന് ഞാനൊരു അടിപൊളി ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കി. അപ്പൊ ഇന്നത്തെ റെസിപ്പി നമ്മുടെ ബീഫ് ദം ബിരിയാണിയാണ്. അപ്പൊ നമുക്ക് ഷടപടയും തയ്യാറാക്കിയാലോ. ഇതാ കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്യാനായി ഒരു ഫ്രൈങ് പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കാഷ്നട്ട് ഇട്ടു, കിസ്മിസും ഇട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ള ഓയിലിൽ ഞാൻ കുറച്ച് ഓണിയനും കൂടി ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ബീഫ് നമുക്ക് തയ്യാറാക്കാനായി ഞാനിവിടെ 1 കിലോന്റെ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പച്ചമുളക് ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, ആവശ്യത്തിന് ഉപ്പ്, ഒരു വലിയ ടേബിൾ സ്പൂൺ ഗരം മസാല, 3 വലിയ സവാള ചെറുതായി കനം കുറച്ച് അരിഞ്ഞതും, 2 തക്കാളിയിൽ 3/4 ഭാഗം തക്കാളി ചേർത്തിട്ടുണ്ട്. കുറച്ച് തക്കാളി ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിരുമ്മിയിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഏകദേശം ഇപ്പൊ 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനിതെല്ലാം പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 3-4-5 വിസിലിന് നല്ലപോലെ വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. ബിരിയാണി റൈസ് വേവിക്കാനായി 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് റൈസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് സ്പൈസസ് ഇട്ട് കൊടുത്തു. 2 വലിയ ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തു. 1 വലിയ ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിളക്കാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു. തിള വന്നപ്പോഴേക്കും ദാ നോക്കിയേ, ബിരിയാണി റൈസ് ഇട്ട് കൊടുത്തിട്ടോ. ബാസ്മതി റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു വലിയ നാരങ്ങ സ്ക്യൂസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട്. റൈസ് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ബീഫ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ദാ നമ്മുടെ റൈസും വെന്ത് വെള്ളമൊക്കെ വറ്റി കുറച്ച് പാലില് കുറച്ച് മഞ്ഞപ്പൊടി കലക്കിയിട്ട് ഒഴിക്കുകയാണ്. ഇനി വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റി വരണം. അപ്പൊ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ റൈസിലെ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് വെന്ത് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ഇടാനായി കുറെ റൈസ് ഞാൻ മാറ്റിയിട്ട് കുറച്ച് റൈസ് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബീഫ് മസാല ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് നികത്തി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻ നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് റൈസ് ഞാൻ നല്ലപോലെ ഒന്ന് നികത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻ, കാഷ്നട്ട്, കിസ്മിസ്, പിന്നെ അതുപോലെ തന്നെ മല്ലിയില, കുറച്ച് പുതിനയില, പിന്നെ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ടൊമാറ്റോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞതും ബീഫിന്റെ ഗ്രേവിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള റൈസ് അതുപോലെ നികത്തിയിട്ട് സെയിം അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. കുറച്ച് ബീഫിന്റെ ഗ്രേവി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കാഷ്നട്ട്, കിസ്മിസ്, ഫ്രൈഡ് ഓനിയൻ, മല്ലിയില, പുതിനയില, ഒരു പിടി പൈനാപ്പിൾ, കുറച്ച് ടൊമാറ്റോയും ചേർത്ത് ഫൈനലി ലാസ്റ്റ് ഒരു വലിയ ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് നല്ലപോലെ ദം ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ആവി വറക്കുന്ന ചൂട് ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.